സീസൺ 5-ൽ ശോഭയ്ക്ക് നഷ്ടമായിട്ടുള്ള കപ്പ് വീണ്ടെടുക്കാനാണെന്ന് തോന്നുന്നു സീസൺ 7-ലേക്ക് ശോഭ വന്നിരിക്കുന്നത്. അതായത് ഒരു ഗസ്റ്റ് ആയിട്ട് സീസൺ 7-ലെ ഹോട്ടൽ ടാസ്കിലേക്ക് വന്നതെന്ന കാര്യം മറന്നുകൊണ്ട് സീസൺ 7-ൽ ഒരു ഗെയിമറായിട്ട് വന്നുവെന്ന രീതിയിലാണ് ശോഭ വിശ്വനാഥ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പുറത്ത് നടന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ അകത്തെ കണ്ടസ്റ്റൻസിന്റെ പല കാര്യങ്ങളും അറിഞ്ഞിട്ട് അവർ ഈ ഒരു സീസണിൽ നടത്തിയിട്ടുള്ള പല സ്റ്റേറ്റ്മെന്റുകളും പല പ്രോബ്ലംസും ഒക്കെ മനസ്സിലാക്കി അവർക്കുള്ള വെറുപ്പും പുറത്ത് കണ്ടസ്റ്റൻസിനിടയിൽ നടക്കുന്ന നെഗറ്റിവിറ്റി എല്ലാം മനസ്സിലാക്കി ഉള്ളിൽ വന്നിട്ട് ആ ഒരു കണ്ടസ്റ്റൻസിനോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുകയും അല്ലെങ്കിൽ തൻ്റെതായ കാഴ്ചപ്പാടുകൾക്ക് എതിരായിട്ട് നടക്കുന്ന കണ്ടസ്റ്റൻസിനെ തെരഞ്ഞു പിടിച്ച് വളരെ മോശമായ രീതിയിൽ കാണുകയും പെരുമാറുകയും ബിഹേവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. സീസൺ 5-ൽ ശോഭാ വിശ്വനാഥ് എങ്ങനെയായിരുന്നോ അത് തന്നെയാണ് ശോഭാ വിശ്വനാഥ് നല്ലൊരു പ്രേക്ഷകരുടെ വെറുപ്പ് ആ ഒരു സീസണിൽ നേടാനുണ്ടായ കാരണവും. കാരണം ഒരു പരിധി വരെയൊക്കെ ഗെയിമായിട്ട് തന്നെ കാണുക. ഇപ്പം ഗെയിമിലല്ല ശോഭാ വിശ്വനാഥ് ഈ ഒരു സീസണിലേക്ക് വന്നിരിക്കുന്നത്, ഒരു ഗസ്റ്റ് ആയിട്ട് ഹോട്ടൽ ടാസ്കിൽ ഒരു ഗസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം പുറത്ത് നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ കണ്ടസ്റ്റൻസുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അതിൽ എന്തും നടന്നോട്ടെ, നമ്മുടെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടാവും, നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റോങ് സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കിയിട്ടുള്ള കണ്ടസ്റ്റൻസുകൾ ഉണ്ടാവും. ബട്ട് നമ്മുടെ താല്പര്യങ്ങൾ അതിനുള്ളിൽ പോയി കൊട്ടരുത്. ചെറുതായിട്ട് കണ്ടസ്റ്റൻസിനെ റോസ്റ്റ് ചെയ്യാം, ചെറിയ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാം, ബട്ട് കംപ്ലീറ്റ്ലി ഒരു പാർഷ്യാലിറ്റി കാണിക്കരുത്. താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും വേണ്ട സ്ട്രാറ്റജികളും ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള രീതി തന്നെയാണ്. ഈ ഒരു സീസണിൽ വന്നിട്ട് എന്തൊക്കെയോ കാണിക്കണം, അല്ലെങ്കിൽ സീസൺ 5-ൽ എനിക്ക് കപ്പ് നഷ്ടപ്പെട്ടു, ഞാൻ മികച്ചൊരു ഗെയിമറാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി സീസൺ 7-ൽ എത്തിയിട്ടും എന്ത് മണ്ടത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ വിഷം തന്നെയാണ് സീസൺ 7-ൽ എത്തിയിട്ടും തുപ്പിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് ഒരു ഗസ്റ്റിന്റെ റോള് കൊടുത്തിട്ട് ആ ഒരു ഗസ്റ്റിന്റെ റോള് പോലും മറന്നിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിട്ട് ഗസ്റ്റ് അല്ലാതെ ആ ഒരു ഹോട്ടൽ ടാസ്കിൽ ഹോട്ടലിന്റെ ഓണറെ പോലെ ബിഹേവ് ചെയ്ത് അവിടെ മറ്റു പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അനാവശ്യമായിട്ട് നമ്മുടെ ആദില, നോറ അവരെ വിളിച്ചു വരുത്തി നമ്മുടെ ലക്ഷ്മിയുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രൊപ്പോസ് ചെയ്യിപ്പിക്കുന്നു. ആദിലയാണെന്നുണ്ടെങ്കിൽ സ്വന്തം റോള് പോലും മറന്നിട്ട് അവർ പറഞ്ഞതുപോലെ ചെയ്യുന്നു, ലക്ഷ്മിയെ കൊണ്ട് നിലം തുടപ്പിക്കുന്നു. എന്ത് മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ലക്ഷ്മിയുടെ ജനറൽ മാനേജർ ആയിട്ടാണ് ആ ഒരു ടാസ്കിനുള്ളിൽ നിൽക്കുന്നത്. ലക്ഷ്മി അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു എങ്കിൽ പോലും സ്വന്തം റോളുകളും അല്ലെങ്കിൽ ബിഗ് ബോസ് എന്തിനാണ് വിളിപ്പിച്ചത്, ബിഗ് ബോസ് എന്തിനാണ് തന്നെ അതിൻ്റെ അകത്തോട്ട് വിട്ടത് എന്ന് മനസ്സിലാക്കാതെ ഈ ഒരു ടാസ്ക് നല്ലൊരു രീതിയിൽ ഫണ്ണായിട്ട് എടുത്തുകൊണ്ട് പോയി 2 ദിവസം നിന്ന് നല്ല രീതിയിൽ മികച്ച കുറച്ച് കണ്ടന്റുകൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നതിന് പകരം പുറത്തു നിന്നെല്ലാം മനസ്സിലാക്കി അതിന്റെ നെഗറ്റിവിറ്റി ഉള്ളിൽ കൊണ്ടുപോയി കൊട്ടുന്ന ശോഭാ വിശ്വനാഥൊക്കെ ഒരിക്കലും മാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും അവരവരുടേതായിട്ടുള്ള രീതിയിൽ അവർ പോകട്ടെ. ഇതൊക്കെ പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയുക. ശോഭാ വിശ്വനാഥ് ഒരു ഗസ്റ്റ് റോളിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7-ലേക്ക് ഈ ഒരു ഹോട്ടൽ ടാസ്കിനുള്ളിൽ എത്തിക്കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അവരെങ്ങനെയാണ് അതിനുള്ളിൽ നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.